എല്ലാ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 300 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കഷ്ണങ്ങൾ വേണം, വലിയ കഷ്ണങ്ങൾ വേണം. ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, കറിവേപ്പില, 3 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഇനി മല്ലിയും മുളകും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തതാണിത്. ഇനി പാനിൽ എണ്ണ ചൂടായാൽ ഉലുവ പൊട്ടിച്ചെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് കരിയാതെ പൊട്ടിച്ചെടുക്കണം. ഇനി സവാളയും പച്ചമുളകും കറിവേപ്പിലയും അല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുക. ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതായിരുന്നു, അതുകൊണ്ട് ഇവിടെ അല്പം ചേർത്താൽ മതി. ഇപ്പോൾ സവാള വഴന്നു വന്നു. ഇനി തക്കാളി ചേർക്കുകയാണ്. ഒന്നടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയും വഴന്നു കഴിഞ്ഞു. ഇനി അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇറച്ചി വേവിച്ചപ്പോൾ ബാക്കി വന്ന സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാല വെന്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇറച്ചി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി തുറന്ന് വെച്ച് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം. ഗരം മസാല ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മല്ലിയില ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. പാഴ്സ്ലി ലീവ്സ് കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലക്ക് പകരം ചേർത്ത് കൊടുക്കാം. ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.